കൽബിൽ ഏതുവരെ ഞങ്ങൾ വിചാരിക്കുന്നില്ലേ ഞങ്ങൾക്ക് തരീഖത്തിൻ്റെ ബൈൽ ഹഖീഖത്തൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് ശരിക്കും നിങ്ങൾ ഓർത്തിട്ട് കൽബിൽ കരുതേണ്ടതും അതുമാതിരി വിശ്വസിക്കേണ്ടതുമാണ്. രണ്ടാമത്തെ എന്തെങ്കിൽ ഈ സിക്ർ ഫാസ് അൻഫാസ് കൽമത്ത് തയ്യബത്തിൻ്റെ സിക്റാണ്. ഇന്ന് പ്രപഞ്ചത്തിൽ 18,000 മഖ്ലൂക്കൾ ഉണ്ട് എന്നിട്ടും ചെറിയ വലിയ എല്ലാ മഖ്ലൂക്കളും ഉണ്ട് എന്നിട്ട് ഒരു മഖ്ലൂക്കും തൻ്റെ ഹയാത്ത് മൗത്തിൻ്റെ ദ്വാരമായ ശ്വാസത്തിൽ അള്ളാഹുടെയും നബിയുടെയും ഓർക്കുന്നില്ല. ഓർക്കുന്നുണ്ടെങ്കിൽ സിദ്ധപ്പെടുത്തി കാണിക്കാം. എവിടെ രേഖ ബീന് ഖുർആനായിട്ടും ഹദീസായിട്ടും ഫിഖ മന്തിക്കായിട്ട് രേഖയില്ല. എല്ലാ മഖ്ലൂക്കുകൾ അള്ളാഹുവിനക്ക് തൗഫീഖ് നൽകിയെങ്കിൽ തൻ്റെ ഈ നാവ് കൊണ്ടാണ് അള്ളാഹുടെ പുകഴുന്നത്. ഏത് പിന്നെ ഉമ്മത്തിമാർക്കല്ലാണ്ട് മറ്റുള്ള ജനാംഗത്തുക്കും റസൂലിൻ്റെ കാര്യത്തിൽ വിശ്വാസമില്ല. അല്ലെ മറ്റുള്ള ഹയവാനുകൾക്കും റസൂലിൻ്റെ കാര്യത്തിൽ അവർക്ക് ശരിക്ക് ബൈ കാട്ടിയില്ലാത്ത കൊണ്ടിട്ട് അവർക്കും വിശ്വാസമില്ല. അവരുടെ വിശ്വാസികളല്ല. വിശ്വാസികൾ എന്തെങ്കിൽ അള്ളാഹുടെ വിശ്വസിക്കുന്ന കൂട്ടക്കാർ വിശ്വാസി എന്ന് പറയുന്നില്ല. എവിടെ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. റസൂലുടെ വിശ്വസിക്കുന്ന കൂട്ടക്കാർക്കാണ് മുഅ്മിൻ എന്ന് പറയുന്നത്, വിശ്വാസി എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ മരിക്കുന്ന കൂട്ടരാണ്. എപ്പോൾ മരിക്കുന്നതിന് നിശ്ചയം ആർക്കും നിശ്ചയം ഉണ്ടാ അല്ലേ? ആ മരിക്കുന്ന കൂട്ടക്കാർക്ക് കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ മരിപ്പുണ്ടെന്ന് നിങ്ങൾ നിശ്ചയം ಅದಕ್ಕೆ ഏതോ ഡോക്ടർ മുഖേനമോ ഏതോ തുവ മുഖേനമോ മരിപ്പിനെ നിർത്താൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ മരിക്കാൻ വേണ്ടി ജീവിക്കണം. ഏത് ഒരു മുസ്ലിം സഹോദരൻ പറയുന്നു മരിപ്പാക്കാണ്, എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നു. മരിക്കും മുമ്പ് കൂടുതൽ ഭക്ഷണം കഴിക്കണം, നല്ല രുചിയല്ല നാവുക്ക് ആസിലാക്കിയിട്ട് മരിക്കണമെന്ന്. അത് മടിയത്തനമാണ്. റിസ്ക് അള്ളാഹു ഞങ്ങൾക്ക് നിശ്ചയിച്ചിട്ട് ഓരോ വിത്തും അള്ളാഹു നിശ്ചയിച്ച റിസ്ക് ഞങ്ങൾക്ക് അള്ളാഹുത്തിന് എത്തിച്ചേ തരുന്നത് ഞങ്ങളുടെ വിശ്വാസമാണ്. അള്ളാഹു താല ഖൈറുർ റാസിഖീനാണ്, ഏറ്റവും നല്ല റിസ്ക് തരുന്നവനാണ്. ഞങ്ങൾ റിസ്ക് വേണ്ടി ജീവിക്കാൻ പാടില്ല. ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ബൈൽ നടക്കാൻ വേണ്ടി ജീവിക്കണം. റസൂലുള്ളാഹി ഏത് ബൈൽ നടക്കണമെന്ന് പറഞ്ഞോ ആ ബൈൽ നടക്കണം. ഏത് ബൈൽ നടക്കാൻ പാടില്ല എന്ന് നിഷേധിച്ചോ ആ ബൈക്ക് പോകാൻ പാടില്ല. ഞങ്ങളുടെ ഇസ്ലാമിൽ ഇന്ന് എല്ലാ മതത്തിലേക്കാണ് ശ്രേഷ്ഠമായ മതം എന്നിട്ട് വേറെ മതങ്ങൾ പുകഴുന്നുണ്ട്. നമ്മുടെ മതമുണ്ട്, ഇസ്ലാമിൻ്റെ. ക്രിസ്തുക്കളും പുകഴുന്നുണ്ട്, ഹിന്ദുക്കളും എല്ലാ മതസ്ഥരും പുകഴുന്നുണ്ട്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കാണ്. നബി സല്ലല്ലാഹു പറഞ്ഞത് ഹക്കാണ്, അതേ സിദ്ധിച്ചതും ഹക്കാണ്. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ സ്ഥാന ഓരോ നബിമാർക്കും ഇതുപോലെ കിട്ടിയതില്ല. എല്ലാ ഓരോ നബിമാർക്കും ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സഫിയുള്ള എന്നിട്ടും കലീമുള്ള എന്നിട്ടും റൂഹുള്ള എന്നിട്ടും കൊടുത്തിട്ടുണ്ട്. ഹബീബുള്ള എന്ന സിഫത്ത് നബി സല്ലല്ലാഹു നമ്മുടെ നബിക്കില്ല, എൻ്റെ ആരും അള്ളാഹ് ഇല്ല. എല്ലാ സിഫത്തുക്കും ഒന്നാമത് വലിയ സിഫത്ത് ഹബീബുള്ളാണ്. അള്ളാഹിൻ്റെ അള്ളാഹ് സ്നേഹിക്കുന്ന ഒരു ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സ്വലാത്ത് പെരുപ്പിക്കും കാരണം. അല്ല മറ്റുള്ള അമ്പിയാക്കന്മാർ സ്വലാത്തില്ല, അള്ളാഹ് പെരുപ്പിച്ചിട്ടായിട്ട് രേഖയില്ല. ഒന്ന് എല്ലാ സ്ഥാനമാനും ഒരഫനാല സിക്ർക്ക് എന്ന ഖുർആന്റെ ഒരു ആയത്തോട് അത് അവസാനം മണ്ണക്കട്ടയാണ്. ആ റസൂലിന്റെ റൂഹാണ് അതിൽ പ്രവേശം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ടാണ് റസൂലിന്റെ കാര്യത്തിൽ അല്ലാഹു തആല പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ആലമീൻ. അത് ഞാൻ നിങ്ങളെ ഒരു ഉപദേശകനായിട്ടേ ഞാൻ ദുനിയാവിലേക്ക് പ്രകടിച്ചതല്ല, ഇടീ 18,000 ആലമുക്കും റഹ്മത്താക്കിയിട്ട് പ്രകടിച്ചതാണെന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ റഹ്മത്ത് ഇല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പം ഞങ്ങളെ സുഖലിൽ റസൂലിന്റെ റഹ്മത്ത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ബർക്കത്തില്ല. അപ്പം റഹ്മത്താണ് വലിയ മുഖ്യം. അപ്പം ഞങ്ങൾ റസൂലിന്റെ റഹ്മത്ത് ഹാസിലാക്കണം. എന്താക്കണം?
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ബൈൽ നടക്കണം എന്നിട്ട് കൽപ്പിച്ചിട്ടുണ്ടോ അത് ഞങ്ങൾ നടക്കണം. ഞാൻ കൂടുതൽ ടൈം എടുക്കുന്നില്ല, മഗ്രിബ് പോവുകയാണ്. ഞാൻ എന്താ പറഞ്ഞത്, എല്ലാ മഖ്ലൂക്കുകളും ജീവിക്കുന്നുണ്ട്, അവർക്കുള്ള റൂഹോട് അവർ പ്രിയപിക്കുന്നുണ്ട്. അള്ളാഹ് പറയുന്ന നിങ്ങളെ റൂഹെടുക്കാൻ റസൂലിനെ നിങ്ങളെ പ്രിയപിക്കണമെന്ന് പറയുന്നു ഖുർആനിൽ അല്ലേ. അപ്പോൾ റസൂലിനെ എത്ര പ്രിയപിക്കണം, എത്ര മുഹബത്താക്കണമെന്നെങ്കിൽ അത് റസൂലിനെ പറഞ്ഞ് ചെറിയൊരു കാര്യങ്ങൾ അത് എടുക്കണം, അമലെടുക്കാണ്ടില്ല. പ്രത്യേകമായി ഞങ്ങൾ ഈ സിക്ർ എല്ലാ മഖ്ലൂക്കുകളും ജീവിക്കുന്നുണ്ട് മരിക്കുന്നവരെ. എന്നിട്ട്